ഹായ് ഫ്രണ്ട്സ്, മേര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അമ്പഴങ്ങ അച്ചാറാണ്. അപ്പം ഞാൻ ഒരു 10 ദിവസത്തിന് മുമ്പ് ഈ അമ്പഴങ്ങ ഫുള്ളായിട്ട് വെച്ച് ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ്. അതൊന്ന് ഊറ്റിയെടുത്താണ് ഞാൻ ഇത് ചെറിയ പീസാക്കി എടുത്തത്. ഇതിലേക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കായം, ഉലുവാപ്പൊടി, ഇത്രയാണ് ഇതിലാവശ്യമായ സാധനം. അപ്പം പാത്രം അടുപ്പിൽ വെച്ചു. നല്ലെണ്ണയാണ് എടുക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ച് വലിയ 2 ടേബിൾ സ്പൂൺ എണ്ണ എത്ര കൂട്ടി വേണമെങ്കിലും കുറച്ച് വേണമെങ്കിലും എടുക്കാം. എണ്ണ ഞാൻ ഇപ്പോൾ വലിയ 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തത്. അതിനകത്തോട്ട് ഈ കടുകിട്ട് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് അതിന് ശേഷം ഞാൻ ഒരു 10-20 വെളുത്തുള്ളി പൊളിച്ചത് അത് ഇതിനകത്തോട്ടിട്ട് ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചതച്ച് വെച്ച് അത് ഇതിനകത്തോട്ടിട്ട് ഇതിലെല്ലാം ഒന്ന് മൂത്ത് വരണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഒന്ന് ചുമന്ന് വരണം. ചുമന്ന് വന്നതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തോട്ട് പൊടികളൊക്കെ ചേർക്കുന്നത്. അപ്പം നന്നായിട്ട് ഇതൊന്ന് വഴറ്റി ചുമന്ന് വന്നതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്യും. അപ്പോൾ ചട്ടി നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഇതിലോട്ടാണ് ഞാൻ മസാല ചേർക്കുന്നത്. അപ്പോൾ വലിയ 2 സ്പൂൺ മുളക് പൊടിയും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ഞാൻ ചേർത്തത്. അതൊന്ന് ഈ ഇതിനകത്തോട്ടിട്ട് ഈ എണ്ണയ്ക്കകത്തോട്ടിട്ട് ഈ ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എടുത്തതിന് ശേഷം ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് അതും കൂടി ചേർത്തിട്ട് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും ചേർക്കണം. കായപ്പൊടി നമുക്ക് അവസാനം വേണമെങ്കിൽ പൊടി ആയതുകൊണ്ട് കുറച്ചുകൂടി വേണമെങ്കിലും ചേർക്കാം. ഇപ്പം ഞാൻ ഒരു ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇതിലിട്ട് അമ്പഴങ്ങ ഒരു 10 ദിവസം ഫുള്ളായിട്ട് വെച്ച് ഞാൻ ഉപ്പിലിട്ടത്. പിന്നെ അതൊന്ന് ഊറ്റിയെടുത്ത് അരിഞ്ഞ അമ്പഴങ്ങയാണ്. അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. 1 മാസമൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ട് എടുത്തിട്ട് അച്ചാറിട്ടാൽ നല്ല ഇതാണ്, നല്ല സോഫ്റ്റായിട്ടിരിക്കും, നല്ല ടേസ്റ്റുമാണ്. ഈ അമ്പഴങ്ങ ഇപ്പോഴും നല്ലപോലെ ഒന്ന് ഇളക്കി ഇപ്പോഴെടുക്കാതെ 1 മാസമൊക്കെ കഴിഞ്ഞ് ഇത് വെച്ചിരുന്നിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അടമാങ്ങ അച്ചാറിട്ടതുപോലെ ഇരിക്കും. അപ്പോൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മസാലയൊന്നും പിടിക്കാത്ത കണക്കിരിക്കും. പക്ഷേ ഒരാഴ്ചയൊക്കെ ഇട്ടിട്ട് എടുക്കുമ്പോൾ മസാല നന്നായിട്ട് ഇതിനകത്ത് പിടിച്ചിട്ട് നമ്മൾ അടമാങ്ങ ഇട്ടതുപോലെ നല്ല ഒരു ടേസ്റ്റൊക്കെയാണ് ഇതിന്. 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒഴിച്ച്. വിനാഗിരി എത്ര വേണമെങ്കിലും ഒഴിക്കാം. വറ്റിപ്പോവേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് വയ്ക്കാം. വിനാഗിരിക്കകത്ത് മുങ്ങിക്കിടക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.